സംവിധായകൻ ജോസ് തോമസ് കൂടി നമുക്കും ചേർന്നു. ശ്രീ ജോസ് തോമസ്, ഓരോ പരാതികൾ ഉയരുമ്പോഴും സംഘടനകൾക്ക് ഇതിനകത്തൊക്കെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകൾ, ഞങ്ങൾ എന്ത് അന്വേഷണം ഉണ്ടായാലും അതിനൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറയുകയാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പരാതികളൊക്കെ ഈ തരത്തിൽ തീരുമ്പോൾ പല വിഗ്രഹങ്ങളും ഉടയാതെ രക്ഷപ്പെടും. സിനിമ ഇൻഡസ്ട്രിക്ക് അതായിരിക്കും നല്ലതല്ലേ? ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത് ഇതിങ്ങനെയൊക്കെ തന്നെ പോകണം എന്ന് കൂടിയായിരിക്കില്ലേ? ബഹുഭൂരിപക്ഷം അങ്ങനെ ആയിരിക്കും ആഗ്രഹിക്കുക, പക്ഷെ ഞാൻ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ദീദി പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ചലച്ചിത്ര സംബന്ധിയായ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റും. അത് ശരി തന്നെ. ഇവിടെ ഇടതുപക്ഷത്തിന്റെ അനുഭാവിയായ അഡ്വക്കേറ്റ് ടി വി മിനി പറഞ്ഞു സർക്കാരിനെ കുറ്റപ്പെടുത്തി, എന്നാൽ രാഹുൽ ഈശ്വർ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, പച്ചയ്ക്ക് പറയുന്നു, നാണം കെട്ട ഒരു സർക്കാരായതുകൊണ്ടാണ് ഈ കേസ് ഇല്ലാതാക്കിയത് അല്ലെങ്കിൽ അവസാനിപ്പിച്ചതെന്നാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 35 കേസുകൾ അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 35 പേരും ഒറ്റക്കെട്ടായി പറയുന്നു ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഒരിക്കലുമല്ല. ഇതിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് ഉന്നതരാണ്, ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന് നമുക്കറിയില്ല. തീർച്ചയായും ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് എന്ന് വേണം കരുതാൻ. ഇനി WCCയോട് എനിക്കൊരു ചോദ്യമുണ്ട്. WCCയുടെ ഒരു പ്രധാന പ്രവർത്തകയായിരുന്നല്ലോ ഒരു മുൻകാല നടി. അവരാണല്ലോ ആദ്യം കോടതിയിലേക്ക് പോയത്, ഈ റിപ്പോർട്ട് വെളിയിൽ വരരുത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെളിയിലേക്ക് പറയരുത് എന്ന് പറഞ്ഞത്. അത് അഭിമാനത്തിന്റെ പ്രശ്നം കൊണ്ടാണോ, അതോ ഉന്നതർ ശിക്ഷിക്കപ്പെടരുതെന്ന് കരുതിയാണ്? ഇത് ജനങ്ങളുടെ മുമ്പിൽ പലരെയും പരിഹസിക്കുന്ന തുല്യമായിരുന്നു. എന്തിനാ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ മുതൽ സിനിമാ പ്രവർത്തകർ ഒരുപാട് പേരെ പരിഹസിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ ഇത് പുറത്തു വരാതിരിക്കുമ്പോൾ, ഈ കേസുകൾ ഒഴിവാക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? പലരും പറയില്ലേ, നാട്ടുകാർ വിരൽ ചൂണ്ടില്ലേ, ഇതിൽ പല ഉന്നതരും ഉണ്ടായിരുന്നു, പല സൂപ്പർ സ്റ്റാറുകളും ഉണ്ടായിരുന്നു, അവരുടെ പേര് വെളി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കേസ് ഒതുക്കി തീർത്തത്, ഇല്ലാതാക്കിയത് എന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് അവർ അപമാനിതരാകുകയല്ലേ? അപ്പോ ഇപ്പോൾ അഡ്വക്കേറ്റ് ടി വിമിന് പറയുന്ന കേട്ട് ഇതിനൊരു നിയമം മൂലം ഉണ്ടാക്കണമെന്നുണ്ടല്ലോ. സ്ത്രീകൾക്ക് എത്ര വർഷം പിന്നിലാണെങ്കിലും പുരുഷനിൽ നിന്നൊരു പീഡനം ഉണ്ടായാൽ അവർക്ക് കേസ് ഫയൽ ചെയ്യാം, കേസിന് പോവാം. എന്നിരിക്കെ 12 വർഷമോ 15 വർഷമോ മുമ്പുണ്ടായ ഒരു പീഡനത്തിന്റെ കഥ, ഒരു പീഡനത്തിന്റെ സംഭവം, അവർക്ക് കൃത്യമായി കേസിന് പോകാം. പിന്നെ അതിന് തെളിവുകൾ കണ്ടെത്തുന്നത് പോലീസിന്റെ. അല്ല ശ്രീ ജോസ് തോമസ്, അതിലൊരു ചെറിയൊരു വിയോജിപ്പുണ്ട്. അതായത് 10-12 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കേസുകൾ, പരാതികൾ വരികയും അത് ചർച്ചയാവുകയും ശിക്ഷ കിട്ടുകയും കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് ആ തരത്തിലല്ല പരാതികൾ വരാറുള്ളത്. പലതരത്തിൽ ജീവന് വരെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് ഈ പരാതികൾ പുറത്തു പറഞ്ഞാൽ എന്നതടക്കമുള്ള പരാമർശങ്ങളൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തില്ലേ? അതായത് ഒരു പാരലൽ ഭരണ സംവിധാനമാണെന്ന് വിചാരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതൊരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ അകത്തെ പൊളിറ്റിക്കൽ അവരുടെ ഒരു കോർ കമ്മിറ്റികൾക്ക് പോലും ഒരുപക്ഷെ ഈ തരത്തിലുള്ള അധികാരമൊന്നും കാണില്ല. അപർണ മാഡം ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ബോംബെയിലൊക്കെ സിനിമാ രംഗം ഭരിക്കുന്നത് അവിടുത്തെ മാഫിയാണെന്ന് പറഞ്ഞു വരുന്നു. ഈ കൊച്ചു കേരളത്തിലെ കൊച്ചു സിനിമാ മേഖലയിൽ ഇങ്ങനെ വലിയ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇത് വെറും കെട്ടുകഥകളാണ്. ആരാണ് ശ്രീ ജോസ് തോമസ്, ഹൈബ്രിഡ് കഞ്ചാവ് ഈ രീതിയിൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് അത്രയും കോടികളുടെ ലഹരി ഇടപാട് നടക്കുന്ന മലയാള സിനിമ ഇൻഡസ്ട്രി നിങ്ങൾ ഒരു കൊച്ചു കേരളത്തിലെ ഒരു കുടിൽ വ്യവസായമാക്കി പറയരുത്. ഒരു കാലത്ത് മുമ്പ് എങ്ങനെയായിരുന്നെങ്കിൽ വലിയ വ്യത്യാസമൊന്നും മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടെന്ന് സാധാരണ ജനങ്ങളൊന്നും കരുതുന്നില്ല. ഇപ്പോൾ മാഡം, ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് സിനിമാ നടന്മാർ മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാർ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ സിനിമാ മേഖലയിൽ മാത്രമാണ് ഹൈബ്രിഡ് കഞ്ചാവ് വിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു അബദ്ധധാരണയാണ്. ഈ കൊച്ചിയിലെ പല മേഖലകളിലും, സിനിമയല്ലാത്ത പല മേഖലകളിലും ആ കച്ചവടം നടക്കുന്നുണ്ട്. അതുപോട്ടെ, ഞാൻ പറയുന്നത് ഇങ്ങനെ ചില ഭീഷണികളുണ്ട്. ആ പെൺകുട്ടികൾക്ക് സിനിമ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ കേസിൽ നിന്നും പിന്മാറുന്നതെന്ന് പറയുന്നത് ഒരു കെട്ടുകഥ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വെറും കഥയുണ്ടാക്കൽ മാത്രമാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. ഇവിടെ 35 പേരും ചിലപ്പോൾ സ്വാധീനത്തിന്റെ പേരിലായിരിക്കും. ഭീഷണി എന്ന് പറയുന്ന വധഭീഷണിയല്ല, ഏതെങ്കിലും തരത്തിൽ. ഞാൻ പറയുന്നത് സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. 4.5 വർഷം പൂട്ടിവെച്ചിട്ടാണെങ്കിലും മാധ്യമങ്ങളുടെ നിരന്തരമായ പ്രഷർ കൊണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. അതിന്റെ പേരിൽ കേസുകൾ എടുത്തു, SIT ഇവിടെ ഉണ്ടാക്കി. ഞങ്ങളുടെയൊക്കെ തെക്കയിൽ നിന്ന്
ആ മേക്കപ്പ് യൂണിയനിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ മാസത്തിൽ 2 വീതം SIT എടുത്ത് പോവാണ് മൊഴി കൊടുക്കാൻ, പല കേസുകളിലും തെളിവെടുപ്പിന്. അങ്ങനെ എത്രയോ കാലമായി സിനിമാ രംഗത്തെ പലരെയും പലവട്ടം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. ഒരു സുപ്രഭാതത്തിൽ പറയുന്നു ഈ കേസുകളെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ ആർജവമില്ലായ്മയാണ്, നട്ടല്ലില്ലായ്മയാണ്, അല്ലെങ്കിൽ സർക്കാർ ആരെങ്കിലും ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് തോന്നുന്നത്. ശരി. ദീദി ദാമോദരൻ.